കല്യാണത്തിന് ഉടുക്കാനായിട്ട് ഞാൻ ആദ്യം തന്നെ ഒരു സാരി മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ഗോൾഡനും സിൽവറും കളർ വരുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി കേട്ടോ ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ കല്യാണത്തിന് ഉടുക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. അത് മാത്രമല്ല ഒരുപാട് കടകളിൽ കയറി അലഞ്ഞ് തിരിഞ്ഞ് നടന്നിട്ട് ഞാൻ ഇതിന് പറ്റിയൊരു ബ്ലൗസ് മെറ്റീരിയൽ മേടിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ എൻ്റെ ഫ്രണ്ടിന് ഞാൻ ഈ സാരി ഉടുക്കണ്ട, റെഡ് കളർ തന്നെ ഉടുക്കണം എന്നാണ് അവളുടെ വാശി. അപ്പോൾ ഓക്കെ, ഞാൻ പിന്നെ ഒരു റെഡ് സാരി സെറ്റ് ചെയ്തു. ഇത് അടിപൊളി സാരിയാണ്, പക്ഷേ ഇതിന് ബ്ലൗസ് വേണ്ടേ? നമുക്ക് ബ്ലൗസിൻ്റെ തുണി മേടിക്കണം, പിന്നെ അത് തുന്നാൻ കൊടുക്കണം, ഇല്ലാതെ സാരി ഉടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമുക്ക് എന്തായാലും ബ്ലൗസിൻ്റെ തുണി മേടിക്കാൻ പോകാനായിട്ട് ഒന്ന് ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യാം. കല്യാണ പെണ്ണിൻ്റെ അത്രയ്ക്ക് ഇല്ലെങ്കിലും കല്യാണ പെണ്ണിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിനും അത്യാവശ്യം പൈസ ചിലവുള്ള ഒരു പരിപാടിയായിട്ട് ഈ കല്യാണം. എനിക്ക് ഈ കല്യാണ പെണ്ണിനെ കുറിച്ച് കുറച്ചധികം പറയാനുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കല്യാണത്തിൻ്റെ ഹൈലൈറ്റ് വീഡിയോയിൽ എഡിറ്റ് ചെയ്തിട്ടിടാനാന്ന് പറഞ്ഞിട്ട് ഫോട്ടോഗ്രാഫേഴ്സ് എന്നെ കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ സംസാരിപ്പിച്ചു. പക്ഷേ വീഡിയോൻ്റെ ഔട്ട് വന്നപ്പോൾ ഞാനതിലില്ല. പിന്നെ എനിക്കിത് ശീലമാണ്. കാരണം ഞാൻ അഭിനയിച്ച പല സിനിമകളിലും 4-5 സീൻ അഭിനയിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പകുതി സീനോ അല്ലെങ്കിൽ ഒരു സീനൊക്കെ ഞാൻ കാണാറുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇത് ശീലമായതുകൊണ്ട് ഞാനത് വെറുതെ വിട്ടു. അപ്പോൾ ഇവിടെ എനിക്ക് തോന്നുന്നു അതിനെപ്പറ്റി കുറച്ച് സംസാരിക്കാമെന്ന്. കാരണം വളരെ പാവമാണ് എൻ്റെ ഈ ഫ്രണ്ട്. പക്ഷേ സകല ഉടായ്പകളും അവളുടെ കയ്യിലുണ്ട്. എന്നെ മൂക്കിൽ കൂടെ പുക വിടാൻ പഠിപ്പിച്ച ആശാനാന്ന് പറയില്ലേ, അതുപോലത്തെ ഒരു ബന്ധമാണ് ഞങ്ങൾ തമ്മിലുള്ളത്. അത് മാത്രമല്ല, നിങ്ങൾക്ക് കുറച്ചുകൂടെ നല്ല രീതിയിൽ മനസ്സിലാവാനായിട്ട് ഞാൻ പറയാം. ഒരു വട്ടം ഇതുപോലെ ഞാൻ പറഞ്ഞു എനിക്ക് ജീവിതം മടുത്തിട്ട് ഞാൻ മരിക്കാൻ പോവാം, തേങ്ങ എന്നൊക്കെ പറഞ്ഞ് കുറച്ച് സംസാരിച്ചു. അപ്പോൾ നമ്മളിത് ആഴ്ചയിൽ അല്ലെങ്കിൽ ദിവസത്തിൽ ഓരോ വട്ടെങ്കിലും ചിന്തിക്കും പറയും ചെയ്യുന്ന കാര്യമാണല്ലോ. പക്ഷേ പിറ്റേ ദിവസം രാവിലെ നോക്കിയപ്പോൾ ആൾ 2-3 വണ്ടിയൊക്കെ കയറി ഇതിവിടെ എത്തിയേക്കുവാണ് എറണാകുളത്ത്. അപ്പോൾ ഞാൻ ചോദിച്ചു, നീ എന്താ ഇവിടെ? നീയല്ലേ പറഞ്ഞ ചാവാൻ പോകുന്നത്, നിന്നെ ഞാൻ അങ്ങനെ ചാവാൻ വിടില്ലടി എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പ്രശ്നം. അപ്പോൾ അതുപോലെ തന്നെ ഒരു 500 രൂപ കൈ കിട്ടിക്കഴിഞ്ഞാൽ പറയും എൻ്റെ കയ്യിൽ 500 ഉണ്ട്, ഞാൻ നിനക്ക് വേണമെങ്കിൽ 300 അയച്ചിരട്ടെ, നീ വെറുതെ എടുത്തോ കുഴപ്പമില്ല എന്നൊക്കെ പറയുന്ന ഒരു സൈക്കിക് വൈബ്രേഷൻ ഉള്ളൊരു ഫ്രണ്ടാണ്. അപ്പോൾ അവൾ റെഡ് എന്ന് പറഞ്ഞാൽ റെഡ്, കിളിപ്പച്ച എന്ന് പറഞ്ഞാൽ കിളിപ്പച്ച, അത് ഉടുക്കിയേ എനിക്ക് തരുള്ളൂ. അപ്പോൾ എന്തായാലും എൻ്റെ മേക്കപ്പ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബ്ലൗസ് മെറ്റീരിയൽ നോക്കാൻ പോവാം. അതിൻ്റെ ഹഡിങ് വീഡിയോ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഇടാം. പിന്നെ ഇതാട്ടോ ഞാൻ ഹെയർ കളർ ചെയ്തതിന് ശേഷമുള്ള എൻ്റെ ലുക്ക്. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ?